പല പരാതികളാണ് അല്ലേ? അപ്പം അതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന സംരംഭത്തിന് ഒരു സ്ഥാപനം കൂടെ പുതുപ്പള്ളി വരികയാണ്. എനിക്ക് തോന്നുന്നത് 168 ദേശം കൂടെ 168 സംരംഭമാണെന്ന് തോന്നുന്നു നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യാം. സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ എസ് കാനനാഥൻ അവർ ഇന്നലവിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ആർ ധനഞ്ജയൻ ചേട്ടൻ, CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T യേശുദാസ്, CPI ലോക്കൽ കമ്മിറ്റി നമ്മുടെ പഞ്ചായത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാനും രാജേഷ് മെമ്പറും പ്രസാദ് മെമ്പറും സ്വാമികളും എല്ലാവരുടെ ചേർന്നുള്ള ഭരണസമിതി നമ്മുടെ പഞ്ചായത്തിലെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി, കൃഷി തുടങ്ങുന്നതിന് വേണ്ടി കലവറയില്ലാതെ സഹകരണങ്ങൾ ചെയ്യുക. ഇന്ന് കാർഷിക മേഖലയിൽ വലിയ ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മില്ലറ്റ് കഫേ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകാം. ഇന്ന് ഞങ്ങൾ സമയം കുറേ പോയത് ബന്ദിപ്പൂ ഇങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്, പച്ചക്കറി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനം നടക്കാം. സംരംഭങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വലിയ സഹായം ഇപ്പോൾ കേരള സർക്കാർ കുറേ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ചേർന്ന് സ്റ്റാലിനും സുനിലും ഒക്കെ കൂടെ ചേർന്ന് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടു. ആദ്യമേ ഈ സംരംഭത്തെക്കുറിച്ചൊക്കെ പലരോടും വിവരിക്കുമ്പോൾ ആർക്കും അതിനെക്കുറിച്ചൊരു ധാരണയൊന്നുമില്ല. എങ്ങനെ വിജയിക്കും, എങ്ങനെ നടത്തും ഇവിടെ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലായിട്ട് 168ഓളം സംരംഭങ്ങൾ പുതിയത് തുടങ്ങി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മുടെ ഒരു ചെറിയ പഞ്ചായത്താണ്, 15 വാർഡുകൾ അടങ്ങുന്ന ചെറിയ പഞ്ചായത്താണ്. കണ്ടല്ലൂർ പഞ്ചായത്തിനെ പോലെ, കൃഷ്ണപുരം പഞ്ചായത്തിനെ പോലെ വ്യാവസായിക യൂണിറ്റുകൾ വലുതായിട്ടൊന്നും പ്രവർത്തിക്കാത്ത, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളോ കടകളോ ഒന്നും ഇല്ലാത്ത, വരുമാനം കുറഞ്ഞ ഒരു പഞ്ചായത്തിൽ 168 സംരംഭങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷെ അതിന്റെ ഫലം കുറച്ചുകൂടെ സമയമെടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഗുണം കിട്ടുന്നത്. ഇപ്പം പറഞ്ഞു, നമ്മുടെ ലൈസൻസിന്റെ പദ്ധതികളെ കുറിച്ച് പറയുകയും ആ പദ്ധതിയിൽ സുനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അനുവദിക്കാവുന്ന പാക്ക് ഹൗസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മളിവിടെ അനുവദിച്ചു കൊടുത്തത്. കൃഷി വകുപ്പിനെ സംബന്ധിച്ച് കൃഷി നമ്മൾ ജനങ്ങൾ പൊതുവെ ചിന്തിക്കുന്നത് കൃഷി ഉൽപാദന മേഖലയിലുള്ള ആ ഒരു ലക്ഷ്യം മാത്രമല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും സർക്കാർ ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാര്യം പ്രസിഡന്റ് സംസാരിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ സംരംഭങ്ങൾ വളരെയധികം കുറവാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ ഓരോരുത്തർക്കും 100% രീതിയിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഗുണങ്ങൾ, അതായത് അവർക്ക് ജോലി, ആ ഒരു പൈതൃകം ഉറങ്ങുന്ന ഒരു പറയണത്തെ മുക്ക്, അതാണ് നമ്മുടെ സ്വതന്ത്ര ജംഗ്ഷൻ. ഇവിടെ ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു, ഒരു ഖാദി ബോർഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നാമാവശേഷമായി പോയി. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ല. ചരിത്രം ചെയ്യേണ്ടിയിരിക്കുന്ന അവസ്ഥയുണ്ട്. സാമ്പത്തികം കൊണ്ടാണോ അതോ സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഈ സംഘം ലക്ഷ്യമിടുന്നത്.